നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇടയിൽ വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണോ അതോ ആ തേർഡ് പേഴ്സണിനെ ആണോ എന്നതിനെക്കുറിച്ചാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ കൂടുതലും ചിന്തിക്കുന്നത് തേർഡ് പേഴ്സണിനെ പറ്റിയാണോ അതോ നിങ്ങളെക്കുറിച്ചാണോ എന്നതിനെക്കുറിച്ചാണ് റീഡിംഗ് എടുക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ആ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് ഈ ഒരു വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അട്രാക്ഷൻ തോന്നിയത് എന്നതിനെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. കാർഡ് സ്പ്രെഡ് ചെയ്ത് നമുക്ക് കാർഡ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ജസ്റ്റിസ്, ഹൈ പ്രീസ്റ്റസ്, ദ ഹെയറോഫന്റ്, 9 of Wands, the Tower, 8 of Pentacles, Queen of Cups, 2 of Wands, 7 of Cups, Knight of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 2 of Pentacles ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഈ റീഡിങ്ങിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണ് എന്നത്, നിങ്ങളോട് അനീതിയാണ് കാണിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തിയുടെ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് സ്വന്തം ചിന്താഗതികളെ പോലും നിയന്ത്രിക്കാനാവാത്ത രീതിയിലാണ് ആ ഒരു തേർഡ് പേഴ്സണിനോട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫാച്യുവേഷൻ തോന്നിയത്. അതിന് തോന്നാനുള്ള കാരണം ഇവിടെ കാണിക്കുന്നത് ആ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അതായത് മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തിലോ അട്രാക്റ്റഡ് ആവുകയായിരുന്നു. ഒരു വശീകരിക്കാൻ കെൽപ്പുള്ള ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിനെ വശീകരിച്ചെടുക്കുകയായിരുന്നു എന്നും നമുക്കിവിടെ പറയാൻ സാധിക്കും. നമുക്ക് ചിലപ്പോൾ ആ ഒരു തേർഡ് പേഴ്സണിനെ കാണുമ്പം ഒരു ഭംഗി തോന്നുകയില്ലായിരിക്കാം, വാക്കുകളിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും പുറമേ ആണെങ്കിലും. പക്ഷേ നിങ്ങൾ സ്നേഹിച്ച ആ ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൽ എന്തോ ഒരു പ്രത്യേകത കാണുകയും അങ്ങനെയാണ് അട്രാക്റ്റഡ് ആയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതൊരു പക്ഷേ ഈ വശീകരിച്ചെടുക്കുന്ന, അതായത് വശീകരണ മന്ത്രം ഉപയോഗിച്ചോ വശീകരണ പൂജ ഉപയോഗിച്ചോ വശീകരിച്ചെടുക്കുന്ന വ്യക്തികളുണ്ട് ചിലർ. അപ്പോൾ ഈ വ്യക്തിക്ക് ആരെയാണോ വശീകരിച്ചെടുക്കാൻ ഉദ്ദേശമുള്ളത് അവർക്ക് മാത്രമായിരിക്കും ഈ ഒരു വ്യക്തിയിൽ ഒരു ആകർഷണം തോന്നുക. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ആകർഷണം തോന്നിയത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് എന്തുമാകട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സാണിപ്പം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകും എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ചിലപ്പം അത് തന്നെ ആയിരിക്കും നടക്കാം എന്നുമൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിക്കുള്ളൊരു ഹോപ്പുണ്ട്. അതായത് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാം എന്നുള്ളൊരു ഹോപ്പാണ് ആ വ്യക്തിക്കിപ്പോൾ ഉള്ളത്. ആ വ്യക്തി, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. നിങ്ങളെ വേണോ, ലൈഫിലേക്ക് നിങ്ങളെ വേണോ അതോ ആ വ്യക്തിയെ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ വരെ ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്തിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേണം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് തന്നെ അറിയാം അത് പോസിബിൾ ആവില്ല എന്നുള്ളത്. ആക്ച്വലി ഇവിടെ യൂണിവേഴ്സ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ വ്യക്തിക്ക് തേർഡ് പേഴ്സണിനെ ഇഷ്ടമാണ്, നിങ്ങളെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ വ്യക്തിയോട് ഈ ഒരു തേർഡ് പേഴ്സണിനെ പറ്റി വഴക്കുണ്ടാക്കുന്നുണ്ട്, ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളെ പറ്റി വഴക്കുണ്ടാക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെടുത്ത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി മാനസികമായിട്ട് ഇപ്പോൾ ഒരു ക്ഷീണം പിടിച്ച അല്ലെങ്കിൽ ഒരു തളർന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ രണ്ടും കൂടെ ചേർന്നൊരു റിലേഷൻഷിപ്പുമായിട്ട് എത്ര കാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഈ വ്യക്തിക്ക് പോലും ഒരു ഊഹമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്നെങ്കിൽ തന്നെയും
ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്കൊരു കുറ്റബോധമുണ്ട്. നിങ്ങളെ ചതിക്കുവാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം. ചില സമയത്ത് ഈ വ്യക്തി ആലോചിക്കുന്ന കാര്യം, ഈ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരണം, തിരികെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ചില സമയങ്ങളിൽ ആലോചിക്കുന്നത്. നിങ്ങൾ തമ്മിൽ റിലേഷൻ തുടങ്ങിയ സമയത്തുണ്ടായ, നിങ്ങൾ തമ്മിൽ ചിലവഴിച്ച സന്തോഷങ്ങളും നിമിഷങ്ങളും എല്ലാം ഈ വ്യക്തിയുടെ മനസ്സിൽ കടന്നു വരുന്ന സമയങ്ങളും ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ സമയത്ത് നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും സ്ഥാനം പിടിച്ചിരുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനോട് അട്രാക്ഷൻ തോന്നിയത് എന്നുള്ളത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഒരിക്കലും ഒരു ചോയ്സസ് ആയിട്ട് വെക്കുവാൻ സാധിക്കുകയില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി താമസിക്കാതെ തന്നെ തിരിച്ചറിയുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോടുള്ളതായിരുന്നു ഈ വ്യക്തിക്ക് യഥാർത്ഥ സ്നേഹം. മറ്റേ തേർഡ് പേഴ്സണുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഉണ്ടായൊരു അട്രാക്ഷൻ അതൊരു ജസ്റ്റ് ഇൻഫാച്യുവേഷൻ മാത്രമാണെന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി താമസിക്കാതെ തന്നെ തിരിച്ചറിയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും പല സാഹചര്യങ്ങളിലും നിങ്ങളെ തുല്യമായിട്ടാണ് ഈ വ്യക്തി സ്നേഹിക്കുന്നത്. രണ്ടുപേർക്കും ഇമ്പോർട്ടൻസ് തരികയും നിങ്ങളുമായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ സമയം ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടും സ്പെൻഡ് ചെയ്യുന്നു എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ വ്യക്തി, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി തേർഡ് പേഴ്സണുമായിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള റീസൺ തന്നെ ആ വ്യക്തിയോട് തോന്നിയൊരു അട്രാക്ഷനാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെയും പല സാഹചര്യങ്ങളിലും ഈ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സ് മടുപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഈ തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സ് ശാന്തമായി വയ്ക്കൂ. കാരണം നിങ്ങൾ മനസ്സ് ശാന്തമായി വെക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാതെയും ദേഷ്യപ്പെടാതെയും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടർ കാരണം ഇറിറ്റേറ്റഡ് ആകുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരും. ഇപ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളും ഈ തേർഡ് പേഴ്സണിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നു. ആ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ തേർഡ് പേഴ്സണും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു വ്യക്തി ഇറിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ വ്യക്തി മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ വ്യക്തിക്ക് തന്നെ അറിയാം ഈ ഒരു സാഹചര്യം ഈ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് തന്നെ ഉണ്ടായതാണ്. ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ ഇപ്പോൾ വളരെ കൺഫ്യൂഷൻ നിറഞ്ഞതാണ്. ഏതിനെ ചൂസ് ചെയ്യണ്ട എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഉറപ്പ് തരുന്നുണ്ട്. അതായത് ഈ വ്യക്തി ഗ്രാജ്വലി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹമായിരുന്നു യഥാർത്ഥ സ്നേഹമെന്നും തേർഡ് പേഴ്സണിനോട് ജസ്റ്റ് ഒരു ഇൻഫാച്യുവേഷൻ ആണെന്നും നിങ്ങൾക്കായിരുന്നു ശരിക്കും സത്യസന്ധമായ സ്നേഹം ഈ ഒരു വ്യക്തിയോട് ഉണ്ടായിരുന്നത് എന്നുള്ളതും അത് തിരിച്ചറിയുവാൻ നിങ്ങൾ അധികകാലവും വെയിറ്റ് ചെയ്യേണ്ടി വരികയില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സ് ശാന്തമായി വയ്ക്കുക. സ്റ്റിൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാതെ ഒന്ന് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഉപദേശം. ഈ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വളരെ വേഗത്തിൽ മടങ്ങി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചു കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ലൈഫിൽ വാലിഡ് ആകുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഇത് റെസൊണേറ്റ് ആവണമെന്നില്ല. റെസൊണേറ്റ് ആവുന്ന ഭാഗം മാത്രം സ്വീകരിച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ വിട്ടുകളയുക. സ്മൂത്തായി പോകുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് കളയുക. കാരണം ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ലൈഫിലേക്ക് ഒരിക്കലും വലിച്ചു വെക്കരുത്. സ്മൂത്തായി പോകുന്ന റിലേഷൻഷിപ്പിലുള്ളവർ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഈ ഒരു ഇല്ലാത്ത തേർഡ് പേഴ്സണിനെ പറ്റി ചിന്തിക്കുകയും അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്.
അതുകൊണ്ടാണ് റെസണേറ്റ് ആവുന്ന കാര്യം മാത്രം സ്വീകരിക്കൂ എന്ന് പറയാനുള്ള റീസൺ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയും അല്ലാത്ത പക്ഷം അത് ഞങ്ങളിവിടെ ചെയ്യുന്നതുമായിരിക്കും. ഇപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ബാച്ചും ഈവനിങ് ബാച്ചുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 7 ചക്ര ഹീലിങ്സ് ആണ്. ബേൺ ഫയർ എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. നിങ്ങൾക്കുണ്ടായ ജീവിത ദുരിതങ്ങളും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയും ഇതെല്ലാം ബേൺ ചെയ്ത് കളയുന്ന ഒരു കോഴ്സാണിത്. നിങ്ങൾക്ക് ഈ കോഴ്സിന് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.